നമസ്കാരം. നമ്മളുടെ MBA-കാരനായിട്ടുള്ള കുഞ്ഞാപ്പയുടെ കോരളം അതുപോലെ വളരെ വൈറലായിട്ട് കിടന്ന് നടക്കുകയാണല്ലോ ഇവിടെ. അതൊരു ന്യൂസായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടും ഉണ്ടാകും. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ കോരളം എന്നല്ല എഴുതി വെച്ചിട്ടുള്ളത്, KOARARLE പിന്നെ ഡകട. അത് 2 M ആണോ 1 M ആണെന്ന് അറിയില്ല, എന്തോ എഴുതി വെച്ചു. നമുക്ക് തൽക്കാലം കോരളം വായിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിലൊരാൾ എഴുതിയിരിക്കുകയാണ്, അൻ്റെ പടച്ചോനെ ഇതേത് ലോകത്തെ ഭാഷ. നമ്മളെ പാർട്ടിയിൽ വിദ്യാഭ്യാസമുള്ള ഒരുത്തരും ഇല്ലടാ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരിപ്പോൾ കുറ്റം പറയാൻ പറ്റുമോ? അക്ഷരത്തെറ്റൊരു തെറ്റല്ല, പക്ഷേ കേരളത്തിലെ മന്ത്രിയാണ്. 2ാം സ്ഥാനം ആഭ്യന്തരമന്ത്രിക്ക് ഇപ്പോൾ സ്ഥാനമില്ല, മൂലയ്ക്കാണ്. 2ാം സ്ഥാനമാണ് ഇയാൾക്ക്. MBA-കാരനാണെന്നാണ് വെപ്പ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് അതിനെക്കുറിച്ച് 10 വാക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുകയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇയാൾ പാർലമെൻറ്റിൽ പോയതാണ്. പാർലമെൻറ്റിൽ പോയിട്ട് എന്താ സംസാരിക്കുക? പാർലമെൻറ്റിൽ പോകുന്നത് സംസാരിക്കാനാണ് പോകുന്നത്, അല്ലാതെ ഗുസ്തി കൂടാനല്ലല്ലോ പോകുന്നത്. അവിടെ പോയാൽ മലയാളം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഹിന്ദി പറയണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയണം. ഈ ഒരു വർഗം നാള് ഒരാൾ പറഞ്ഞല്ലോ, മഴക്കാലത്ത് കുഴി ഉണ്ടാവുമെന്ന്. ഇതൊക്കെയും കുഞ്ഞാപ്പന്മാരാണ്, ഇവരെല്ലാവരും കുഞ്ഞാപ്പന്മാരാണ്. ഏതായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ വേണം അവിടേക്ക് കയറ്റി വയ്ക്കാൻ. അവിടെ ചെന്ന് മുണ്ടാട്ടം മുട്ടിയിരിക്കുകയായിരുന്നു പാർലമെൻറ്റിൽ പോയിട്ട്. പകുതിക്ക് വെച്ച് ഇങ്ങോട്ട് പോന്നു, ഇവിടുന്ന് പകുതിക്ക് വെച്ച് അങ്ങോട്ട് പോയതാണ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അത് അവിടെ കഴിഞ്ഞ് പകുതി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നു. എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഡിഗ്രി MBA ആണടാ, MBA എന്ന് ഒരാളേതോ ബീരാൻ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ മറ്റോ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓൻ MA ആണിടാ, ഓള് MBA ആണിടാ എന്നൊക്കെ. എന്ത് MA ആണെങ്കിലും MBA ആണെങ്കിലും ഇതല്ലേ സ്ഥിതി. കുഞ്ഞാപ്പയുടെ കോരളം. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് അത് ഒരു ചെറിയ ടേമിൽ മാത്രമാണ് ഒരു ജനതാ പാർട്ടിയുടെ ചന്ദ്രശേഖരൻ കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം യുവന്മാരുടെ കയ്യിലാണ്. വിദ്യാഭ്യാസ വകുപ്പ് എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊരു ചോദ്യമുണ്ട്. വിദ്യാഭ്യാസം അഥവാ അറിവ്, ലോകത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, അത് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മുമ്പിലൊരു മറയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക. പണ്ട് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത സമയത്ത് ആരോ പറഞ്ഞു, നമുക്കെന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ്, നമുക്കെന്താണ് വിദ്യാഭ്യാസമായിട്ട് ബന്ധം, നമുക്ക് വല്ല വ്യവസായ വകുപ്പൊക്കെയും പോരെ എന്ന്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തത് എന്തിനാണെന്നറിയാമോ? നമ്മളുടെ വരുന്ന തലമുറയ്ക്ക് നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ, ഗംഭീരമായ രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതുതന്നെയാണ് ഇതുവരെ ചെയ്തത്. അവർ കൈകാര്യം ചെയ്യുന്ന പാഠപുസ്തകങ്ങളിൽ ആരുടെ, കുറേ രാജാക്കന്മാരുടെ അത്തരം കാര്യങ്ങൾ അവർ വയ്ക്കുന്നുള്ളൂ. അറിവാളികളുടെയും ഗുരുക്കന്മാരുടെയും കാര്യം അവരുടെ ചിന്തയിൽ വരുന്നില്ല. പലപ്പോഴും കേരളത്തിൻ്റെ തനത് ഭാഷയായിട്ടുള്ള മലയാളം, അതിൻ്റെ പൂർവ്വരൂപം മലനാട്ട് തമിഴാണ് പൂർവ്വരൂപം. ഇന്ന് മലയാളത്തിൽ കൂടുതൽ കാണുന്നത് ഈ മലനാട്ട് തമിഴും സംസ്കൃതവും കൂടിച്ചേർന്നതാണ്. വാസ്തവത്തിൽ ലീലാതിലകം എന്നൊക്കെയും പറയും, മണിപ്രവാള ഭാഷ, അതിൽ നിന്നാണ് മലയാളം ഉരുത്തിരിഞ്ഞത്. ഇതൊക്കെയാണ് നമ്മളുടെ ഭാഷാ സൗകുമാര്യത്തിൻ്റെ ശാസ്ത്രം, അതൊക്കെയാണ്. ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല.
ഇവരുടെ പ്രശ്നം അറബിയാണ്. ഏതോ രാജ്യക്കാർ സംസാരിക്കുന്ന ഭാഷ അറബി, അതുമേ അവർ കയറി പിടിക്കുന്നത്. അതുകൊണ്ട് ഈ ദേശത്തിൽ എന്ത് ഉപകാരമാണ് ഉണ്ടാകാൻ പോകുന്നത്? മലയാളം സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും മുസ്ലിങ്ങളിൽ അതിഭൂരിപക്ഷത്തിനും പിഴവ് സംഭവിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇവരാരെങ്കിലും എന്തെങ്കിലും പ്രസംഗം ആരംഭിക്കുന്ന സമയത്ത് 1 മണിക്കൂറാണ് പ്രസംഗിച്ച 10 മിനിറ്റാണ് ഇവരുടെ അറബി ചൊല്ലൽ. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? ആനയുടെ കാര്യം പറയുകയാണെങ്കിലും, കുതിരയുടെ കാര്യം പറയുകയാണെങ്കിലും, സൂര്യൻ്റെ കാര്യം പറയുകയാണെങ്കിലും, റോക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇവർ ഈ തുടക്കത്തിൽ കുറേ ഖുറാൻ ചൊല്ലലുണ്ട്. ഒരിക്കൽ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്, ദുബായിലേക്കും പോയി പറഞ്ഞത്, ഇവറ്റകൾക്ക് അറബി അറിയില്ല. ആയതുകൊണ്ട് ധൈര്യം. മാത്രമല്ല, കുറേ ആൾക്കാർ മറ്റേ ഒരു അൻസാരി സുന്ദരി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, എപ്പോഴും വളിപ്പടിച്ച് നടക്കുന്ന ഒരുത്തൻ, അവനേക്ക് പിന്നെ സംസ്കൃതവും ചൊല്ലാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ അവൻ എൻ്റെ കാര്യം മിണ്ടിയിട്ടില്ല എന്നർത്ഥം. ഇപ്പം അവൻ്റെ ഏറ്റവും വലിയ കൂട്ട് മറ്റേ ചക്കനുണ്ടല്ലോ, ആ നമ്പൂരി ചക്കൻ എന്ന് പറഞ്ഞില്ലേ, മൂന്ന് ചോദ്യങ്ങളല്ല 3 മിനിറ്റ് ഒന്നെങ്കിൽ പറഞ്ഞ് നടക്കാൻ. അവരും ഇവനായിട്ട് ഇപ്പോൾ കോമ്പിനേഷൻ ഭാര്യയും ഭർത്താവിൻ്റെയും പോലെയാണ്. കാരണം അവ പറഞ്ഞു വരുന്നത് ഈ അറബി. ഇപ്പം ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് നമസ്കാരം അത്രമാത്രം മതി. അവിടെ നമുക്ക് ചൊല്ലാം, ഭദ്രം കർണേ വിഷ്ണുയാമദേവാഹ ഭദ്രം, ഇതൊക്കെ നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ അഗ്നിമീളെ പൂർഹോഗേത യജ്ഞസ്യ ദേവ മൃത്യുജം ഹോത ആരം രത്നത, അത് നമുക്ക് ചൊല്ലാം. ഇതിരുന്ന് നമുക്ക് ഒരു ദിവസം മുഴുവൻ ചെല്ലാം. പക്ഷെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു, അത്രമാത്രം. ഇതിനോട് ചൊല്ലിയിട്ട് നിങ്ങളൊന്ന് വിചാരിക്കുന്ന ആളല്ലെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ കൊജ്ഞാണന്മാർ, ഇതാണ് ഈ വർഗത്തിനകത്തുള്ളത്. അറബി അറിഞ്ഞാലാണ് മുസ്ലിം ആവുള്ളൂ എന്നുള്ളൊരു ധാരണ. സംസ്കൃതം അറിഞ്ഞാലാണ് ഹിന്ദു ആവുള്ളൂ എന്നൊരു ധാരണ ഹിന്ദുക്കൾ വെച്ച് പുലർത്തുന്നില്ല കേട്ടോ, സന്യാസിമാരും വെച്ച് പുലർത്തുന്നില്ല കേട്ടോ. പക്ഷേ ഇവർ ഈ പാവപ്പെട്ട ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഈ ദേശത്തിൽ ആ ഭാഷ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടാകാൻ പോകുന്നത്? മലയാളം സംസാരിക്കുന്ന സമയത്ത് മലയാളത്തിൽ സ്ട്രെസ് ചെയ്യാതെ, മലയാളത്തിൽ കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കോഴിക്കോടും കുയി മയ എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം അതാണ്. അടുത്ത കാലത്തൊരു മന്ത്രി പറഞ്ഞതാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അയാളുടെ പേരെന്താ, ബഷീറോ, മഴക്കാലം വരുമ്പോൾ കുയി ഉണ്ടാവുമെന്ന്. മറ്റേ ഇന്നും കോഴിക്കോട് എന്ന് വിളിക്കുന്നവരാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും. സംസ്കൃതീകരിച്ച മലയാളം എന്നും അവരിൽ ഭൂരിഭാഗത്തിനും അന്യമാണ് വാസ്തവത്തിൽ. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗാണ് നാളിതുവരെ കൈകാര്യം ചെയ്ത് പോന്നിട്ടുള്ളത്. അത് അവർ ഉൾക്കൊള്ളിക്കുന്ന എന്താണ്? രാജാക്കന്മാരുടെ ചരിത്രമാണ്, അവരെ വമ്പിച്ച അളവറ്റ സമ്പത്തിൻ്റെ ചരിത്രമാണ്, വെട്ടിപ്പിടിച്ച ഭൂവിഭാഗങ്ങളുടെ ചരിത്രമാണ്. അവരുടെ മാന്യത അളക്കുന്നത് 125 ഭാര്യമാർ, 180 ഭാര്യമാർ, 2000 ഭാര്യമാരുള്ള ആൾക്കാർ വരെയുണ്ട്. അക്ബർ, മഹാനായിട്ടുള്ള അക്ബർ എന്ന് പറയും, അദ്ദേഹത്തിന് അവിടെ ഹറാം എന്നോ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പാർപ്പിച്ചത് മുഴുവൻ വേശ്യാസ്ത്രീകളെയാണ്. അത് പറയുന്നത് 2000-ഓളം വേശ്യാസ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന്. അതിലൊരു വേശ്യാസ്ത്രീയുടെ മകളാണത്രേ നമ്മുടെ അനാർക്കലി. ഇത് അക്ബറിനറിയാം. ആ അനാർക്കലി ഇയാളുടെ മകളാണെന്നാണ് പറയുന്നത്. ആ അനാർക്കലിയെ കയറിയിട്ട് സലീം രാജകുമാരനെ സ്നേഹിച്ചപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഇതൊക്കെയാണ് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ. അവിടെയാണ് ഇവർ മഹാത്മ്യം കാണുന്നത്. അവസാനം ഷാജഹാനെ പിടിച്ച് പൂട്ടിയിട്ടു. ഷാജഹാൻ തൻ്റെ കാമം തീർത്തത് അയാളുടെ മകളിലൂടെയാണ്. അങ്ങനെയും ചരിത്രമുണ്ട്. ആ മകളുടെ എന്തൊരു വാസ്തുഹാര ആ പെണ്ണാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിലൊക്കെയാണ് മാന്യത. ഇവരൊക്കെയാണ് മഹാന്മാർ എന്നുള്ളത്. അവർ കെട്ടിപ്പൊക്കിയ സൗധങ്ങളെ ഇവർക്ക് കാണിക്കാനുള്ളൂ. അവർക്ക് കെട്ടിപ്പൊക്കിയിട്ടുള്ള അവരുടെ അക്ഷരജ്ഞാനം അതിനെക്കുറിച്ചൊന്നും കാണിക്കാനില്ല. അങ്ങനെ അക്ഷരജ്ഞാനം ഉണ്ടായിരുന്ന ഒരാളെ ഔറംഗസീബ് വളരെ മോശമായ രീതിയിൽ കൊന്ന് കെട്ടിവലിച്ചു. ആനയുടെ പുറത്ത് മറ്റേ
പിടിയാനയുടെ മുകളിലേക്കും കയറ്റിയിരുത്തി ധാരാ ഷുക്കോവും അയാൾക്ക് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ അയാളെ വെട്ടിമുറിച്ച് കളഞ്ഞു. അവർക്ക് അതല്ല വേണ്ടത് എന്ന് സാരം. ഏതായാലും ധാരാ ഷുക്കോവിനെ കുറിച്ചും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അരിസ്റ്റോട്ടിൽ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, അരിസ്റ്റോട്ടിൽ സാക്ഷാൽ അലക്സാണ്ടർ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ഭാരതത്തിൽ വരുമ്പോൾ ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി വരേണ്ടത് ഭാരതത്തിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും കൊണ്ടുവരണ്ട, നീ അവിടുത്തെ ജ്ഞാനികളെ പോയി ഒന്ന് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്, നിനക്കറിയാമോ, നീ ധാരാളം സമ്പത്തുള്ളവരെ കണ്ടിട്ടുണ്ട്, നീയും സമ്പത്തുള്ളവരാണ്. സമ്പത്തില്ലാത്തവർ ഈ ലോകത്തിലുണ്ട്. പക്ഷേ ഉണ്ടായിട്ടും, അതായത് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഉണ്ടായിട്ടും വേണ്ടാത്തവരുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഭാരതത്തിലുണ്ട്. അവരെ പോയി കാണാനാണ് പറഞ്ഞത്. അദ്ദേഹം അവരെ കണ്ടു. അദ്ദേഹം രാജാവിനെയോ ചക്രവർത്തി കണ്ടാൽ സന്യാസിമാർക്ക് എന്ത് പോയി, അവരവിടെ ധ്യാനത്തിലിരിക്കുകയാണ്. ഇദ്ദേഹം ചെന്ന് കോലുകൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെന്താണ് എന്നെ കണ്ടപ്പോൾ ബഹുമാനിക്കാഞ്ഞത്, നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, എന്നെ കൊന്നാൽ നിൻ്റെ കണ്ണുകൊണ്ട് വീണ്ടും ഞാൻ നിന്നെയും ലോകത്തെയും കാണുന്ന. അയാൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അയാൾ വേഗം അവിടെ നിന്ന് പോയി. അപ്പോൾ ഭാരതം ജ്ഞാനികളുടെ നാടാണ്. മുസ്ലിം ആക്രമണകാരികൾ ഇന്ത്യയിൽ വന്നപ്പോൾ അവരെടുത്തുകൊണ്ടുപോയത് സ്വർണവും പണവും മറ്റു ദ്രവ്യങ്ങളുമാണ്. അവർക്കത് മതി. അക്ഷരങ്ങളുടെ കേദാരമായിട്ടുള്ള അന്നത്തെ സർവകലാശാലകളെ അവർ കത്തിച്ചു വിടുകയാണ് ചെയ്തത്. നളന്ദ നിന്ന് കത്തുകയായിരുന്നു ചെയ്തത്. ഇവിടെ വിജയനഗര സാമ്രാജ്യത്തിലെ അവരുടെ പുസ്തക സഞ്ചയം 6 മാസമാണ് നിന്ന് കത്തിയത്. അതൊന്നും അവർക്ക് കണ്ടുകൂടാ എന്നുള്ളതാണ്. ഈ കഴുകൻ വരുന്ന സമയത്ത് ചത്ത ശവത്തിനടുത്ത് കഴുകൻ വരുമ്പോൾ എന്താ കൊണ്ടുപോകുക? മുഹമ്മദ് നബി, അതിൻ്റെ കൂട്ടത്തിൽ കാര്യം ഓർമ്മിച്ച് പറയാണ്, മുഹമ്മദ് നബി എവിടെ പോയാലും ജ്ഞാനം സമ്പാദിക്കൂ എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ എവിടെ പോയാലും അക്രമം കാണിച്ച് പൊന്നും പണവും പെണ്ണിനെയാണ് സമ്പാദിച്ചെടുക്കാൻ അവർ ഇഷ്ടപ്പെടുന്നത്. ചത്ത ശവത്തിൻ്റെ മേലെ മുത്തുക്കളുണ്ടാകും, പവിഴമുണ്ടാകും, മരതകം പതിച്ച ആഭരണങ്ങളുണ്ടാകും. പക്ഷേ കഴുകൻ എന്താ കൊത്തിവലിക്കുക? ആ ചീഞ്ഞളിഞ്ഞ ഫ്ലഷ് മാത്രമാണ്, മൃതദേഹത്തിൻ്റെ മാംസമായിട്ടുള്ള ഭാഗങ്ങളാണ്. അതുപോലെയാണ് ഇവിടുത്തെ സ്ഥിതി. ബദർ യുദ്ധം കഴിഞ്ഞ സമയത്ത് ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ തടവിൽ പിടിച്ച ഖുറൈശികളോട് മുഹമ്മദ് നബി ആവശ്യപ്പെട്ടത് വിജ്ഞാനമാണ്. ഞങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല, ഞങ്ങളത് പഠിപ്പിക്കൂ. അത് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന യുദ്ധക്കുറ്റത്തിനുള്ള പരിഹാരമായിട്ട് ഞങ്ങൾ കണ്ടോളാം, നിങ്ങളെ പറഞ്ഞയച്ചോളാം എന്നാണ് പറഞ്ഞത്. ഭാരതത്തിൻ്റെ, ഹിന്ദുസ്ഥാനത്തിൻ്റെ അഥവാ ഹൈന്ദവരുടെ പ്രമാണഗ്രന്ഥങ്ങളിൽ ഒരു വാക്യമുണ്ട്, അക്ഷരാണാം അകാരോസ്മി. ഗീതയിലുള്ളതാണ്. അക്ഷരാണാം, അക്ഷരങ്ങളിൽ അകാരമാണ് ഞാൻ. അസ്മി അകാരോസ്മി, അകാരഹ അസ്മി. അക്ഷരത്തിൽ ഭഗവാൻ അകാരമാണ് എന്ന് പറയാറുണ്ട്. അകാര ശബ്ദത്തെ വിഷ്ണുവായിട്ട് ആരാധിക്കാറുമുണ്ട്. അതിൻ്റെ അർത്ഥതലങ്ങൾ അറിയാതെ ഈ നാറികൾ ബഹുദൈവ വിശ്വാസികളാണ്, ബഹുദേവത ആരാധകരാണെന്ന് ഹിന്ദുക്കൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുക്കി മൂളാറുണ്ട്. ഇവിടെ ഇപ്പോൾ PM ശ്രീ പദ്ധതി വരുമ്പോൾ അവർ വാസ്തവത്തിൽ ഭയപ്പെടുന്നത്, അവർ കുടത്തിൽ അടച്ചു മൂടി വെച്ചിട്ടുള്ള വിജ്ഞാനം എന്ന് പറയുന്ന അവരുടെ പ്രേതം, അവരുടെ ഭൂതം, വിജ്ഞാനത്തെ ഭൂതമായിട്ടാണ് കാണുന്നത്. അതിനെ PM ശ്രീ തുറന്നു വിടും. അതാണ് അവരുടെ ഭയം. സരസ്വതി നമസ്തുഭ്യം എന്ന പ്രാർത്ഥനയെ അവർ ഭയപ്പെടുന്നു. വന്ദേ മാതരം, ആ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു. അല്ല, ചൊല്ലാനറിയില്ല, അത് വേറെ കാര്യം. സരസ്വതി നമസ്തുഭ്യം, ഹൈശ്രീ ഗണപതയേ നമഃ എന്ന് മലയാളത്തിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഏതെങ്കിലും മിത്തായിട്ടുള്ള ഒരു ദേവതാ സ്വരൂപത്തെ ആരാധിക്കലല്ല. ഹരിഹി ശ്രീഹി ഗണപതയേ നമഃ, ഇതാണ് ശരിക്കും അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ഒരുമിച്ച് പറയുമ്പോൾ ഹരിഹി ശ്രീ എന്നുള്ളത് ഹരിശ്രീ, അവിടെ 2 ഷാ വരും. അതിനൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, അതൊക്കെ സൂത്രവാക്യങ്ങളിലൂടെയുള്ളതാണ്. ഇതിപ്പോൾ മലയാളത്തിലുള്ള അക്ഷരങ്ങളെ ഒന്നടങ്കം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്നൊരു സൂത്രവാക്യമാണ്. പരൽ പേര് പ്രകാരം കടവയാദി സൂത്രം വെച്ച് അവർ അക്കത്തെ അക്ഷരമാക്കി മാറ്റുന്നു, അക്ഷരത്തെ അക്കമാക്കി മാറ്റുന്നു. ആയതുകൊണ്ട് ഹരിശ്രീ ഗണപതിയെ നമഃ എന്നുള്ളത് ഒരു ദേവതാരാധനയല്ല,
മിത്തായിട്ടുള്ള ഒന്നിനെ ആരാധിക്കലല്ല, മറിച്ച് അക്ഷരത്തെ ആരാധിക്കലാണ്. ഞാനിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹരിശ്രീ എന്നല്ല, ഹരിഹി ശ്രീഹി എന്നുള്ളതാണ്. പക്ഷേ ഹരിഹി എന്നുള്ള വിസർഗം അവിടെ സകാരമായിട്ട് മാറും. എല്ലാ വിസർഗങ്ങളും സകാരമാണ് വാസ്തവത്തിൽ. മറ്റേ ആ സകാരത്തിനപ്പുറം വരുന്ന എന്താണ്, അതിനനുസരിച്ച് സകാരം വേഷം മാറും. അപ്പോൾ ഹരിഹി എന്നുള്ളത് ഹരിസ് എന്നായിട്ട് മാറും. അപ്പുറത്ത് ശകാരമാണ് വരുന്നത്. അപ്പോൾ ഇതും സ്വഗോ ശുനാ ശു എന്ന സൂത്രപ്രകാരം ഇത് സകാര തവർഗങ്ങൾക്ക് ശേഷം ശകാര ചവർഗങ്ങൾ വരുമ്പോൾ സകാര തവർഗങ്ങൾ ശകാര ചവർഗങ്ങളായിട്ട് മാറും. സൂത്രം എന്ന് പറഞ്ഞാൽ ഇവറ്റുകളുടെ മനസ്സിൽ കയറില്ല. അപ്പോൾ എന്തായി, ഹരിസ് എന്നുള്ളത് ഹരിശ് എന്നായിട്ട് മാറും. ഇവിടെ ഹരിശ്, അവിടുത്തെ ശ്രീ. അപ്പോൾ ഹരിശ്രീ, ഹരിശ്രീ എന്നല്ല, ഹരിശ്രീ. ഹരിഹി ശ്രീഹി ഗണപതയേ, ഹരിശ്രീഗ് ഒന്നും പറഞ്ഞാൽ മനസ്സാവില്ല. പക്ഷെ അതും തെറ്റായിട്ട് ചൊല്ലുന്നു. സംസ്കൃതം പുസ്തകം നോക്കി വായിക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അതറിയാതെ കുറേ ഈ സുന്ദരിമാർ, ആലപ്പുഴയിലുള്ള ചെക്കനുണ്ടോ തലയെക്കെട്ടുകാരൻ, അവനൊക്കെയും സംസ്കൃതം ഉച്ചരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ആൾക്കാരുണ്ട്. തൃശ്ശൂരിലുണ്ട് ഒരു ഉസ്താദുണ്ട്, അദ്ദേഹം സംസ്കൃതത്തിൽ MA MA എന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം അവിടെ സംസ്കൃത ക്ലാസ് നടത്തുന്നുണ്ട്. അദ്ദേഹം നടത്തും, പുറത്ത് ആൾക്കാരെയും വിളിച്ച് നടത്തും. അവരൊന്നും പുറത്തേക്ക് വരില്ല. അവരൊന്നും യൂട്യൂബിൽ വന്ന് വർത്താനം പറഞ്ഞ ആൾക്കാരല്ല. അതുപോട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഹരിശ്രീ ഗണപതയെ എന്നുള്ളത് അത് അക്ഷരത്തെ ആരാധിക്കലാണ്, അല്ലെങ്കിൽ മിത്തായിട്ടുള്ള ഒന്നിനെ ആരാധിക്കലല്ല. എന്തിനു പറയുന്നു, വെറും മാട്ടിടയനായിട്ടുള്ള മുഹമ്മദ്, അദ്ദേഹം മുഹമ്മദ് നബിയാകുന്നത്, പ്രവാചകനാകുന്നത് എങ്ങനെയാണ്? അറിവിലൂടെയാണ്. മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞ എന്താണ്? ഇഖ്റ, വായിക്കുക എന്നാണ്. വായിച്ചു വളരുക എന്നൊരർത്ഥം അതിൽ രൂഢമായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ലോകപരിജ്ഞാനമല്ല, ആന്തരിക പരിജ്ഞാനം. എൻ്റെ വീഡിയോവിൻ്റെ താഴെ വരുന്ന മെസ്സേജുകൾ അതിൽ ഭൂരിഭാഗം പേരും ഫുൾ സ്റ്റോപ്പ് ഇട്ട് കാണുന്നില്ല. നമ്മൾ മറ്റേ മാല കെട്ടില്ലേ, വള്ളിയമ്മ മാല കെട്ടുന്ന പോലെ എല്ലാം കോർത്ത് നമുക്ക് വായിക്കുമ്പോഴേ നമ്മളതിൻ്റെ ഇടയിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വായിക്കണമെന്ന് അർത്ഥം. ആ ഒരു സങ്കേതം, ഫുൾ സ്റ്റോപ്പ് ഇട്ട് എന്നൊരു സങ്കേതം അവറ്റകൾക്ക് പരിചയമില്ല എന്നർത്ഥം. അതുകൊണ്ട് ആർക്കും അത് വായിക്കാനും പറ്റില്ല. ഹിന്ദുക്കൾ ആയുധ പൂജ നടത്താറുണ്ട്. നവരാത്രിയിൽ ദശമി മുതൽ 3 ദിവസമാണ് ഈ ആചാരം പൂർത്തീകരിക്കാറുള്ളത്. അന്ന് എഴുതുന്ന ആളുകൾ, പഠിക്കുന്ന കുട്ടികൾ, സാഹിത്യകാരന്മാർ, കവിതാകാരന്മാർ എല്ലാവരും തങ്ങളുടെ ആയുധമായിട്ട് പുസ്തകങ്ങളെ ആരാധനയ്ക്ക് പൂജയ്ക്ക് വെക്കാറുണ്ട്. ഇക്കാര്യം ഇപ്പോൾ വലിയ തോതിൽ ക്രിസ്ത്യാനികളും നടത്തി വരുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് അത് ഹറാമാണ്. കാരണം എന്താണ്? അള്ളാഹുവിന് മാത്രം ആരാധന എന്ന് പറയുമ്പോൾ ഇക്കൂട്ടിൽ ലോകത്തിൽ ആരാധനയ്ക്ക് അർഹമല്ലാത്ത ഇവരൊരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ആരാധനയ്ക്ക് അർഹമല്ലാത്ത ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് സത്യം. കല്ലാകട്ടെ മണ്ണാകട്ടെ എന്തും ആരാധനയ്ക്ക് അർഹമാണ്. കാരണം ഇതിലേതെങ്കിലും ഒരു വസ്തു ഇല്ലെങ്കിലും പോട്ടെ, വായു ആരാധനയ്ക്ക് അർഹമാണ്. പഞ്ചഭൂതങ്ങളെല്ലാം ഒരു 2 മിനിറ്റ് നേരം വായു സ്തംഭിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിൽ ഇന്ന് കാണുന്ന 900 കോടി എത്ര ആൾക്കാരുണ്ട് ഇവിടെ, ആൾക്കാർ മുഴുവൻ മരിച്ചു വീഴും. 2 മിനിറ്റ് 120 സെക്കൻഡ് ഇവിടെ വായു നിലച്ചാൽ ഇവിടെയുള്ള എല്ലാവരും മരിച്ചു വീഴും. അത് ആരാധനയ്ക്ക് അർഹല്ലേ? ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷം ഒരൊറ്റയടിക്ക് -160 170 ആയിട്ട് താഴും. എല്ലാം ഇങ്ങനെ നിൽക്കും. പിന്നെ അവസാനം സൂര്യൻ അടുത്ത് വന്നാലും അകന്നു വന്നാലും അതിൻ്റെ സ്ഥിതി തന്നെയാണ്. സൂര്യനെ ആരാധിക്കേണ്ടതില്ലേ? ഇങ്ങനെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ലോകം, അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മനുഷ്യൻ, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, അങ്ങനെ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അതുകൊണ്ട് എന്തുണ്ടാകുന്നു? ഈ കൂട്ടർ ലോകത്തിൽ ഒന്നിനും ആരാധിക്കില്ല, അക്ഷരത്തെയും ആരാധിക്കില്ല, ഒന്നിനും ആരാധിക്കില്ല. എന്തായാലും MBA പഠിച്ചു എന്ന് പറയുന്ന ഈ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ കാണിച്ചത് വളരെയധികം അധമമായിട്ടുള്ള പ്രവൃത്തിയായിപ്പോയി. ഒന്നിലെ അയാളൊരു മന്ത്രിയല്ലേ, എഴുതാതിരുന്നൂടെ? MBA ആണെന്ന് പറയാതിരുന്നൂടെ? ഞാൻ എല്ലാവരും പറയാം, എത്രയാണ് 10ാം ക്ലാസ്സുകാരനാണ് ഞാൻ. 2 പ്രാവശ്യം തോറ്റിട്ടാണ് പ്രാവശ്യം ജയിച്ചപ്പോൾ എൻ്റെ മാർക്ക് 47% ഒരു കണക്ക്, ചിലപ്പോൾ 42 എന്നും പറയും. 35 മാർക്ക് മതിയല്ലോ.
അതിലപ്പുറമുള്ള പഠനത്തെക്കുറിച്ച് പറയാത്ത എന്താ? ആരെ ബോധിപ്പിക്കാനാണ് ഇതൊക്കെ? എൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഏതായാലും ഇത്തരം മൗഢ്യങ്ങൾ ലോകർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ഈ കുഞ്ഞാലിക്കുട്ടി ആലോചിക്കുന്നത് നന്നായിരിക്കും. ഈ ഭാരതത്തിൽ കനകവും കാമിനിയുമല്ല പ്രധാനമെന്നറിയട്ടെ, വിജ്ഞാനമാണ് പ്രധാനം. അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലത്. ഭാരതം എന്നതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം, ആത്മീയമായിട്ടുള്ള അർത്ഥം ഭാസി രതി ഇതി ഭാരത എന്നുള്ളതാണ്. ഭാസി എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൽ, ഇൻ ലൈറ്റ്, ഭാസി. അതിനകത്ത് ഭാസ്കരൻ എന്നൊക്കെയും പറയില്ലേ, സൂര്യനെ ഭാസ്കരൻ എന്നാണ് പറയുക. വെളിച്ചം തരുന്നവൻ, വെളിച്ചം കരഗതമായിട്ടുള്ളവൻ, നമുക്ക് പകർന്നു തരുന്നവൻ. അപ്പോൾ ഭാസീരതി, വെളിച്ചത്തിൽ രമിക്കുന്നവർ, വെളിച്ചത്തിൽ രതി ഉൾക്കൊള്ളുന്നവർ, അതാണ് ഭാരത. മസാല ദോശയിൽ രതി ഉൾക്കൊള്ളുന്നവനല്ല, അല്ലെങ്കിൽ ഡോളറിൽ രതി ഉൾക്കൊള്ളുന്നവനല്ല എന്നർത്ഥം. അറിവിൽ രമിക്കുന്നവൻ, വെളിച്ചത്തിൽ രമിക്കുന്നവൻ. അഗ്നിയെയും അക്ഷരമായിട്ടാണ് ഭാരതീയർ കണ്ടുപോകുന്നത്. നിലവിളക്ക് കൊളുത്തുന്നത് അക്ഷരത്തിൻ്റെ പ്രതീകമായിട്ടാണ്, അറിവിൻ്റെ പ്രതീകമായിട്ടാണ്. ഋഗ്വേദത്തിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ അഗ്നി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അഗ്നി മേളേ പൂരോഹേത യജ്ഞസ്യ ദേവ മൃത്യുജം ഹോത ആരൻ രജ്ഞദാതാമം ഇഷേ തോർജേത്വ വായവസ്തു പായവസ്തദേവോപസവിത. അതെല്ലായിടത്തും അഗ്നി ആരാധന വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുന്നത് തന്നെയാണ് അഗ്നി ഞങ്ങളെ നയിക്കട്ടെ, മുന്നോട്ട് നയിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാംസപിണ്ഡം അത് വലുതാക്കലല്ല, അതിനകത്തുള്ള അഗ്നി, അറിവ്, അതെവിടെയും അങ്ങനെയാണ്. അറിവിനെപ്പോഴും അഗ്രിമസ്ഥാനമാണ്. ഇന്ത്യയിൽ കേട്ടോ, രാജാക്കന്മാരെ സാക്ഷാൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വസിഷ്ഠൻ കയറി വരുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും. അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പകുതി വസിഷ്ഠനായിട്ട് നീക്കി വയ്ക്കും. വസിഷ്ഠൻ അതിനകത്തൊന്നും കയറിയിരിക്കാറില്ല, അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വരുന്നത്, അക്ഷരവിരോധികളായിട്ടുള്ള മുസ്ലിങ്ങൾ നിലവിളക്കിനെ ഭയപ്പെടുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. കാരണം നിലവിളക്ക് അക്ഷരത്തിൻ്റെ പ്രതീകമാണ്. അതിനെ ആരാധിക്കാൻ അവരിഷ്ടപ്പെടുന്നില്ല. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. കുഞ്ഞാലിക്കുട്ടി എവിടെയും എഴുതാതിരിക്കുക, അങ്ങനെ ചെയ്യാലോ. എഴുതുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, എവിടെയും എഴുതാതിരിക്കുക. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കാര്യത്തിൽ എഴുതുന്ന സമയത്ത് ചില വാക്കുകളൊക്കെ നമ്മൾ കണ്ണ് എന്നുള്ള വാക്കിന് വരെ നേത്രം എന്ന് ഉപയോഗിക്കാമല്ലോ. അതുപോലെ കുന്ന് എന്നുള്ള വാക്കൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ വലിയ അപകടമായിട്ട് വരുന്ന അർത്ഥം. ഞാൻ പറഞ്ഞത് എൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുഞ്ഞാപ്പ നാണക്കേടായി കേട്ടോ. കോരളം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടി വിയിൽ കണ്ടൊരു കാര്യമുണ്ട്. ഒരു പെണ്ണ്, അത് മറ്റേ ഈ ഒരു സിനിമാ നടിയാണ്, കല്യാണി എന്നാണ് പേര്. അത് പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ജോലിയല്ല ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കൊരു കൊറിയറാണ് ലക്ഷ്യമെങ്കിലെന്ന്. 3 കൊല്ലം പഠിക്കാൻ, കൊറിയറിൽ പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി 3 കൊല്ലം പഠിക്കാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട്, നിങ്ങൾക്കൊരു ജോലിയല്ല നിങ്ങൾക്കൊരു കൊറിയറാണ് ലക്ഷ്യമെങ്കിൽ. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. കൊറിയറാണ് ഇന്ന് പോയിട്ട് കമ്പനി ജോലി ചെയ്താൽ പോലെ അവർ കുറേ സാധനങ്ങൾ തരും, അത് പുറത്ത് കെട്ടി വലിച്ച് എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കുക, ഒപ്പിട്ട് വാങ്ങിക്കുക, അത്രമാത്രം ചെയ്താൽ പോലെ. നിങ്ങൾക്കൊരു ജോലിയല്ല ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കൊരു കൊറിയറാണ് ലക്ഷ്യമെങ്കിൽ. ഇങ്ങനെയുള്ള കുറേ ശവങ്ങൾ വന്നിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഞാൻ ശവം എന്ന് പറയില്ല, കാരണം അദ്ദേഹത്തിന് ഒരുപാട് കരിയറുള്ള മനുഷ്യനാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്ത നല്ലവനാണ്, നന്നായിട്ട് ചിരിക്കാൻ അറിയുന്ന ഒരാളാണ്. ഇതൊരു ചെറിയ മിസ്റ്റേക്ക്, പക്ഷേ നമ്മളതിനെ വലിയ മിസ്റ്റേക്കായിട്ട് കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, അത്തരം മിസ്റ്റേക്കുകൾ, ഒരാളുടെ പോരായ്മ, എൻ്റെ പോരായ്മ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അയാളുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കും. അതൊരു സുഖമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം, നിങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ കുഞ്ഞാലിക്കുട്ടിയെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടിയുടെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഈ കാര്യം പറഞ്ഞത്. എന്തിനാ കുഞ്ഞാപ്പ ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ വഷളാവാൻ പോകുന്നത് എന്ന്. നമസ്കാരം.